ഹായ് നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാലക്കും വൈറ്റെണ്ണയും ഉപയോഗിച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഡിഷിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡിഷിന് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ റീഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും ഒരു വലിയ ഒനിയൻ ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ മൂപ്പിച്ചെടുക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ വഴറ്റിയെടുക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പാലക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ടൊരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് പാലക്കൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ പാലക്കൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായും ഇഷ്ടപ്പെടും. ഇനിയൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും.